നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം, 634th day. ടുഡേ പ്രഥമസ്കന്ധ 4th chapter, 26th ശ്ലോകം. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 634 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തസ്യ സദാ ഭൂതാനാം ശ്രേയസിദ്ധിജാ, സർവാത്മകേനാപി യഥാ നാതുഷ്യദ്ഹൃദയം തഥാ. ഓം തത്സത്. ഏവം പ്രവർത്തസ്യ സദാ ഭൂതാനാം ശ്രേയസിദ്ധിജാഃ, സർവാത്മകേനാപി യഥാ നാതുഷ്യദ്ഹൃദയം തഥാ. ഓം തത്സത്. ഏവം പ്രവർത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ, സർവാത്മകം സർവാത്മകേനാൻ അഭി യഥാ ന അതുഷ്യത് ഹൃദയം തഥാ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഏവം ദ്വിജ എന്ന് പറഞ്ഞാൽ ഹേ ദ്വിജന്മാരെ, ബ്രാഹ്മണന്മാരെ, അതായത് സൂതൻ ശൗനകാദികളെ സംബോധന ചെയ്യുകയാണ്. ഹേ ബ്രാഹ്മണന്മാരെ, ഏവം ഇപ്രകാരം, സദാ എപ്പോഴും, ഭൂതാനാം പ്രാണികളുടെ, ശ്രേയസി ശ്രേയസ്സിൽ, സർവാത്മകേന അഭി എല്ലാ കർമ്മം കൊണ്ടും എപ്പോഴും, പ്രവർത്തസ്യ ഹൃദയം പ്രവർത്തിച്ചിരിക്കുന്ന ആ വ്യാസരുടെ ഹൃദയം, യഥാ ന അതുഷ്യത് എപ്പോഴും സന്തോഷിച്ചില്ല, അല്ലെങ്കിൽ എപ്പോൾ സന്തോഷിച്ചില്ലയോ. അതായത് ഹേ ബ്രാഹ്മണന്മാരെ, ഇപ്രകാരം എപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്കായിക്കൊണ്ട്, ജനങ്ങളുടെ ഹിതത്തിനായിക്കൊണ്ട്, ജനങ്ങൾക്ക് സൽഗതിക്കായിട്ടുള്ള മാർഗം കാട്ടിക്കൊടുക്കുന്നതായ വിഷയത്തിൽ മനസ്സും വാക്കും കർമ്മങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയം പക്ഷേ വേണ്ട വിധം സന്തോഷിച്ചില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമുണ്ടാകും, ആത്മതൃപ്തി ഉണ്ടാകും. എന്നാൽ ഇപ്രകാരം എപ്പോഴും നല്ല പ്രവൃത്തികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയത്തിന് വേണ്ട വിധത്തിലുള്ള സന്തോഷം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു തൃപ്തി, താൻ നല്ലത് ചെയ്തു, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു, നന്മ മാത്രമാണ് താൻ ചെയ്തത്, മതി എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു വ്യാകുലത, വേണ്ട വിധം സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണയായിട്ട് തൃപ്തിയോടുകൂടി മറ്റുള്ളവരുടെ ഹിതത്തിനായിക്കൊണ്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്കായിക്കൊണ്ട് പ്രവർത്തിച്ചാൽ സന്തോഷം ഉണ്ടാകേണ്ടതാണ്. അപ്രകാരം പ്രവർത്തിച്ചിരിക്കുന്ന ഈ വ്യാസഭഗവാന് സന്തോഷം ഉണ്ടായില്ല, വേണ്ട വിധം സന്തോഷം ഉണ്ടായില്ല എന്നാണ്. യഥാ ന അതുഷ്യത്. തുഷ്യതി എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു, അതുഷ്യത് എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചില്ല. യഥാന എപ്പോൾ സന്തോഷിച്ചില്ലയോ എന്ന് പറയുകയാണ്. പ്രവർത്തസ്യ ഹൃദയം എന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയം. ഇത് ഹൃദയം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം പ്രവർത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ, സർവാത്മകേനാപി യഥാ നാതുഷ്യത് ഹൃദയം തഥാ. ഓം തത്സത്.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.